So how is it working with Gopi Sundar? Um, he never scolded me. First of all, he never Okay. scolded me. Like if I make a mistake, he said it's okay. You'll go for another take and all. It was very fun with working with him. With him. രണ്ട് പാട്ടിന്റെ റെക്കോർഡിംഗിൽ വളരെ പേഷ്യന്റ് ആയിരുന്നു, ഒരിക്കൽ പോലും വഴക്ക് പറഞ്ഞില്ല. ഒരിക്കലും പോലും മഴക്കറിഞ്ഞിട്ടില്ല. റൈറ്റ്. അഫ്സൽ, കമ്മിങ് ടു പറങ്കിമല എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട്, ഐ നോ ദാറ്റ് ബിക്കെയിം വൈറലായി ഓൾമോസ്റ്റ് അല്ലെ, നജീം അർഷദ് പാടിയ പാട്ട്. ഇറ്റ്സ് വെരി സ്വീറ്റ് സോങ്. ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു ആ സിനിമയിൽ. അതിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. പറങ്കിമല എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭരതൻ സാറ് 80s ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അത് റീമേക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ മ്യൂസിക് ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അന്ന് ഞങ്ങൾ എടുത്തിരുന്നൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തിൽ അതേപോലെയുള്ള പാട്ടുകൾ ഉണ്ടാക്കാതെ നല്ല മെലഡി, കുറച്ചുകൂടെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഓർക്കസ്ട്രേഷനും കൂടെ വെച്ചിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ആ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. Let's come to some new movies which you have done. എൻ്റെ പുതിയ പടത്തിൻ്റെ പേര് മൈലാഞ്ചി മുഞ്ചുള്ള വീട്. ഇപ്പോൾ റിലീസായി കഴിഞ്ഞു പടം. അപ്പോൾ ആ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം അങ്ങനത്തെ ഒരു ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ പാട്ടുകളും അതുപോലെ തന്നെയാണുള്ളത്. ശ്രേയ ഘോഷാൽ, രഞ്ജിത്ത്, നജീം, വിജയ് ഇവരെല്ലാവരും പാടിയിട്ടുണ്ട്. അതിലെ പാട്ടുകൾക്കെല്ലാം ഒരു റിതമിക് എലമെന്റ് ഉണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. പക്ഷെ എല്ലാ പാട്ടുകളിലും ഒരു മെലഡിയുടെ അംശം ഞാൻ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴേ തന്നെ അതിലെ വാഹിദ എന്ന് പറയുന്ന സോങ് ശ്രേയ ഘോഷാൽ പാടിയിട്ടുള്ള, ശ്രേയ ഘോഷാൽ രഞ്ജിത്തും കൂടെ പാടിയിട്ടുള്ള പാട്ട്, അതുപോലെ തന്നെ നജീമും വിജയും പാടിയിട്ടുള്ള തമിഴ് ആ സോങ്, ഇത് രണ്ടും നല്ലോണം പോപ്പുലറായി കഴിഞ്ഞു. തേടിയോ മാൻമിഴി വാഹിദ. How do you actually do a background score? കാരണം I know that you watch visuals കണ്ടിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക. So in your case, how do you do a background score? ഒരു വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ TV സീരിയൽസിനൊക്കെ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇമ്മാനുവലിനെ സംബന്ധിച്ചിടത്തോളം ലാലുവേട്ടൻ വളരെ വ്യക്തമായിട്ട് സിനിമയെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ആദ്യമേ തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലുവേട്ടൻ്റെയും രഞ്ജൻ ചേട്ടൻ്റെയും കൂടെ ഇരുന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മുമ്പ് ആ പടം ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മ്യൂസിക് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് സിങ്കിങ് അതിൻ്റെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഒരു വിഷ്വലി ചാലഞ്ച് എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അവരുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മ്യൂസിക് എന്തായാലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഏതൊക്കെയാണ് അഫ്സൽ? ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റ്, ഇനി ഷൂട്ട് നടക്കാൻ പോകുന്ന പ്രോജക്റ്റ് കാർട്ടൂൺ എന്ന് പറഞ്ഞ ഫിലിമാണ്. സയ്യിദ് അറാഫത്ത് ഡയറക്റ്റ് ചെയ്തിട്ട് രതീഷ് രവി ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു മൂവി ചെയ്യുന്നത്. ഹനീഫ് സാർ തന്നെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മൈലാഞ്ചി മുഞ്ചുള്ള വീടിന് ശേഷം വരുന്ന പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ആയിരിക്കും. Afzal and Anita, thank you so much for coming on the show.
യുവർ വർക്ക് ആൻഡ് യുവർ സോങ്സ് രണ്ടുപേരുടെയും ഭയങ്കര പോപ്പുലർ ആണ്. പക്ഷെ നിങ്ങളുടെ ഫേസസ് ഒരു പക്ഷേ അത്ര പോപ്പുലർ ആയിരിക്കില്ല ടു അവർ വ്യൂവേഴ്സ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ആഫ്റ്റർ സ്റ്റാർ ജാം ടുഡേ എല്ലാവരും നിങ്ങൾ ആരാണെന്ന് അറിയുകയും കൂടുതൽ ഫാൻസ് കൂടുകയും ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഐ എം വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ വർക്ക്. താങ്ക് യു സോ മച്ച് അഫ്സർ. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു അലീറ്റ. താങ്ക്സ്. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ കണ്ണാടി കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിലിന്ന മാറൻ വന്നു തേനാടെ മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ